പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യുടെ ഇപ്പോഴത്തെ പെരുമാറ്റം അഭിഷേകിനെ ആകെ തകർത്തു കളയുന്നു. കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ അല്ല നടക്കുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് അഭിഷേക്. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്നാണ് അഭിഷേക് മാനസികമായി തകർന്നു പോകുന്നത്. ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. റാംമോഹൻ അപ്രതീക്ഷിതമായി ആ ചതി മനസ്സിലാക്കുകയാണ്. രാഹുൽ വലിയൊരു കള്ളനാണ് എന്നുള്ള സത്യം മനസ്സിലായതിനെ തുടർന്ന് റാംമോഹൻ ആകെ തകർന്നു പോകുന്നു. ഇതേ തുടർന്ന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ മകളെ രക്ഷിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അയാൾ മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ അപ്പോഴാണ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാഹുൽ മുന്നിലേക്ക് കടന്നു വരുന്നത്. റാംമോഹനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനായി ശ്രമിക്കുന്ന രാഹുൽ, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം. എൻ്റെയും ഇഷയുടെയും വിവാഹം നടന്നിരിക്കണം. ഇല്ലെങ്കിൽ ഇതിനെല്ലാമുള്ള പ്രതികാരം ഞാൻ ചെയ്യും. അത് ഒരുപക്ഷെ നീയൊക്കെ ആലോചിക്കുന്നതിന് മുകളിലായിരിക്കും. ഇവിടെ കുറെ ആൾ മരിച്ചു വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. എൻ്റെ സ്വഭാവം കൃത്യമായി ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് റാംമോഹനാകെ പകച്ചു പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് റാംമോഹൻ എങ്ങനെയാണ് തൻ്റെ മകളെ രക്ഷിക്കുക എന്ന് മനസ്സിൽ ആലോചിക്കുകയും ചെയ്യുന്നു. ഇവനെ പോലെയുള്ള ഒരു ചതിയന് എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. പിന്നെ എന്തു ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുകയാണ് റാംമോഹൻ. ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. പക്ഷേ ഇഷയോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിനുള്ള ശക്തി അയാൾക്ക് ഉണ്ടായിരുന്നില്ല ആ സമയം. ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ദേവബാല അപ്രതീക്ഷിതമായി ജയരാമനെ കാണാൻ ഇടയായിരിക്കുകയാണ്. ദേവബാലയെ കണ്ടതിനെ തുടർന്ന് ജയരാമൻ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അയാളെ പിന്തുടർന്നുകൊണ്ട് വരികയാണ് ദേവബാല. അപ്രതീക്ഷിതമായ ഈ സംഭവം ജയരാമന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു. ഇതേ തുടർന്ന് ദേവബാല ജയരാമനെ പിടികൂടുകയും എല്ലാവരുടെയും മുൻപിൽ വെച്ച് മുഖത്തടിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം ജയരാമനെ ആകെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഇയാളാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് വിളിച്ചു പറയുകയാണ് ദേവബാല. ഇതോടെ ഇവൾക്ക് ബുദ്ധിവികാസം ഇല്ലാത്ത പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബലരാമൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് എല്ലാ കാര്യവും കൃത്യമായി അറിയാമെന്ന് പറയുന്ന ദേവബാല എന്നെ അങ്ങനെ മണ്ടിയാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും കാര്യങ്ങൾ മറന്നുപോയിട്ടില്ല. അതെല്ലാം നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. എനിക്ക് എല്ലാം കൃത്യമായി അറിയാം. ഇയാളാണ് എന്നെ പറഞ്ഞ് മയക്കി തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചത്. ഇതേ തുടർന്ന് അവിടേക്ക് പോലീസ് അപ്രതീക്ഷിതമായി കടന്ന് വരികയും ചെയ്തതിനെ തുടർന്ന് ജയരാമന്റെ പ്രതീക്ഷകൾ പാളിയിരിക്കുകയാണ്. ജയരാമനെ പോലീസ് ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇയാൾക്കെതിരെ എനിക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദേവബാല ഒടുവിൽ സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. പോലീസ് പിടികൂടിയതിനെ തുടർന്ന് ഇനി തനിക്ക് രക്ഷയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ജയരാമൻ. അവിടെ വെച്ച് എസ് ഐ
എന്താണ് സംഭവമെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു. ഇതോടെ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ് ഇയാൾ. പക്ഷേ എന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഇയാൾ എന്നെ കൊല്ലുന്നതിനായി തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എൻ്റെ ബുദ്ധി സ്വയം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ തന്ത്രത്തിൽ. പക്ഷേ ഇയാൾ ഇനിയും എന്നെ കൊല്ലാൻ ശ്രമിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇയാൾ പ്രതികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കേസെടുക്കണം. പക്ഷേ ഇത് കേൾക്കുന്ന ജയരാമൻ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ പുലമ്പുന്നത്? ഈ പെൺകുട്ടിക്ക് ഭ്രാന്താണ് സാർ. ഇവൾ അതിന് ചികിത്സയും തേടുന്നുണ്ട്. ഇവൾ ഓരോന്ന് മനസ്സിൽ കണ്ട് അത് വെറുതെ വിളിച്ചു പറയുന്ന പെൺകുട്ടിയാണ്. ഇവളുടെ മൊഴി ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസുകാരും ഒന്ന് കുഴഞ്ഞു പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇതിനു പിന്നിലെ സത്യാവസ്ഥ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് ഭർത്താവായ അഭിഷേകിനെ വിളിച്ചു വരുത്തണം എന്നുള്ള തീരുമാനം പോലീസുകാർ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അയാൾക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അയാൾ വരട്ടെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അയാൾ പറയട്ടെ. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ഇതോടെ ദേവപാല തൻ്റെ അച്ഛനെയും അഭിഷേകിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് ദേവരാജിനോട് ഇയാളാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് പറയുകയും ഇയാൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കാണുന്ന അഭിഷേക് ആകെ ഞെട്ടിപ്പോകുന്നു. എന്നാൽ ഇതേ സമയം ജയരാമൻ നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നുവെങ്കിലും ജയരാമന്റെ വാക്കുകൾ കേൾക്കാൻ അഭിഷേക് തയ്യാറാകാത്തത് അയാൾക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.